പത്തനംതിട്ട യുദ്ധ പ്രമോവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും നയനയായിട്ടുള്ള ആ ഒരു കള്ളക്കളി മനസ്സിലാക്കുവാണ് അനി. അതിനുശേഷം അനി നേരെ നയനയെടുത്ത് ചെല്ലുന്നു. നയനയെടുത്ത് ചെല്ലുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി അവിടെ നിന്ന് ആ കോമ്പറ്റീഷൻ ആ ഒരു സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഉടനെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ആരെയാണ് ചോദിക്കുകയാണ്. അപ്പോൾ നയന അത് കള്ളം ആണ് പറയുന്നത്. പക്ഷേ അനി പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചിരുന്നു, സകല കള്ളക്കളികളും പിടിച്ച് എല്ലാ സത്യങ്ങളും മുത്തശ്ശനോട് തുറന്നു പറഞ്ഞു എന്ന്. അപ്പോൾ നയനയ്ക്ക് മനസ്സിലായി അനി എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് മുത്തശ്ശനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ ഏട്ടത്തിയുടെ അടുത്ത് നിൽപ്പുണ്ട്, ഇതുപോലെ ഏറ്റവും നല്ലൊരു ഡിസൈനറാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഫോൺ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നയനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് മനസ്സിലായി അപ്പോൾ സത്യങ്ങളെല്ലാം അനി അറിഞ്ഞു എന്ന്. അപ്പോൾ മുത്തശ്ശനെ പിടികൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അനി ഇത്രയും അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശൻ നയനയോട്, അവൻ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുമെന്നോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല, അവൻ ഇതിന് പിന്നാലെ കൂടുമെന്ന് ഞാൻ അറിഞ്ഞില്ല, അവൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നയനയോട് മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ നയന പറയുന്നത്, എന്തായാലും ഒരാൾ കൂടി കാര്യം അറിഞ്ഞല്ലോ, അപ്പോൾ അവൻ പറയില്ല, അദർശേട്ടനോട് സത്യങ്ങളൊന്നും തുറന്ന് പറയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു നയന. അതിനുശേഷം അനിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൽ മുത്തശ്ശൻ നയനയെടുത്ത് പറയുന്നുണ്ട്, അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അവനിപ്പോഴും വിവാഹം വേണ്ട, നിശ്ചയം നടത്തേണ്ട എന്നുള്ള മട്ടിലാണ്. അപ്പോൾ മോള് നയത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ നയന അനിയോട് സംസാരിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, സത്യത്തിൽ ഇപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ആ ഒരു മാനസികാവസ്ഥയിലാണ്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്കാകെ വിഷമമാവുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അനി അവിടുന്ന് പോകുന്നത്. അനി അങ്ങനെ പോകുന്നത് നന്ദുവിനെ കാണുവാനായിട്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇനിയിട്ട് പഴയതുകൂട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ തന്നെ ഫ്രണ്ട്ഷിപ്പ് അനി ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പോ, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആരാ, കയറടി എന്ന് പറയുകയാണ് വണ്ടിയിലേക്ക്. അപ്പം നന്ദു കയറുന്നില്ല, നിർബന്ധിച്ച് കയറടി എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്, മറ്റെന്തോ പ്രശ്നമാണെന്ന് കരുതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നന്ദുവിനെ വണ്ടിക്കയുടെ പുറകിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് അനി പോവുകയാണ്. ഇപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നത്, അത് എത്തേണ്ടുന്നിടത്തുമ്പോൾ വണ്ടി സ്റ്റോപ്പായിക്കോളൂ എന്ന് പറയുകയാണ്. പിടിച്ചുകൊണ്ട് പോയി അവിടെ നിന്നിട്ട് ഇതുപോലെ അപ്പം നന്ദു പറയുന്നുണ്ട്, ഇങ്ങനെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നന്ദു പറയുകയാണ്, മുത്തശ്ശൻ പോലും ഒരു പച്ചക്കൊടി കാണിച്ചിട്ടില്ല അദർശേട്ടൻ്റെയും ഏട്ടത്തിയുടെയും കാര്യത്തിൽ, അതും ആകെ പ്രശ്നമായിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ അനി നന്ദുവിനോട് പറയുന്നു. അത് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് നന്ദുവിനെ അനി കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ മുത്തശ്ശൻ തൻ്റെ കൊച്ചുമക്കളല്ലാതെ അതിനപ്പുറം ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മുത്തശ്ശന് ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് ഞാൻ നേരത്തെ തന്നെ സംശയിച്ചിരുന്നു. അപ്പോൾ അദർശേട്ടനെ ഒന്നുകൂടി കഴിവുള്ളവനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശന് ഈ കളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയെന്നൊക്കെ നന്ദുവിനോട് പറയുന്നു. അപ്പോൾ നന്ദുവിനും സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശനും നയനയായിട്ടുള്ള അടുപ്പങ്ങളും ഫോൺ വിളിയും കാര്യങ്ങളെല്ലാം നന്ദുവിനോട് പറയുകയാണ് അനി. അതിനുശേഷം തൻ്റെ വിവാഹക്കാര്യം നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്നും ഇനിയിപ്പോൾ അദർശേട്ടനെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടെങ്കിലും നാട് വിട്ടാലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, തന്നെ ഇത്രയും പ്രിയപ്പെട്ട മുത്തശ്ശനെ കളഞ്ഞിട്ട് പോകണോ, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നെങ്കിൽ നിന്നെയും കൂട്ടിയായിരിക്കും, പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഒരു കാരണവശാലും നമ്മളിനി വേർപിരിയുന്ന പ്രശ്നമില്ല, ഇവിടെ പോയാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള മട്ടിലാണ് അനി നന്ദുവിനോട് പറയുന്നത്. പിന്നീട് കാണിക്കുന്ന ഓഫീസിലാണ്. ഓഫീസിൽ ഡേവിഡിനോട് നാഗേന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. നാഗേന്ദ്രൻ സംശയം തുടങ്ങിയിട്ടുണ്ട്, ഇതുപോലെ മാളവികയുടെ കാര്യത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നു. പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയുന്ന വിവരം ഒരിക്കലും അബി അറിയരുത്, കാരണം അബിയുടെ മനസ്സിൽ മാളവിക ഒരിടം പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവൻ തടസ്സമാകും, അതുകൊണ്ട് അബി അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ മാളവികയുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്, കാരണം അവൾക്ക് നമ്മളുടെ ഒരു ശമ്പളത്തിൽ പറ്റി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ ഹസ്ബൻഡിന് USA സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തുന്ന കൂട്ടത്തിലാണ്. അത് മാത്രമല്ല മൂർത്തീസ് ജ്വല്ലറിയിൽ നേരത്തെ ഒരു സ്റ്റാഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ട് മാളവികയ്ക്ക് കൊടുക്കാൻ പറയുന്നു, ഡേവിഡിനോടൊപ്പം പറയുന്നു. അതിനുശേഷം അതിൻ്റെ ഫുൾ CCTV ദൃശ്യങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നാഗേന്ദ്രൻ. അപ്പം അതെല്ലാം വാച്ച് ചെയ്തോളാം, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണമല്ലോ, കാരണം 2 തവണ ഇപ്പോൾ അവൾ മുഖാന്തരം നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും സാധാരണ സംഭവിച്ചാണോ അതോ അവൾക്ക് മൂർത്തീസ് ജ്വല്ലറിയോടാണോ കൂറ് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിസൈൻ കൊടുക്കുകയും, പക്ഷേ മാളവിക ഇതൊന്നും അറിയുന്നില്ല. മാളവിക ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ നയനയ്ക്ക് അയച്ചു കൊടുക്കുകയും നയന അതിൻ്റെ ഒരു ഡിസൈൻ വരച്ച് അതിങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് മാളവിക നേരെ ഡേവിഡിനെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നാഗേന്ദ്രൻ, പക്ഷേ ഇത് മാളവിക അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് യാതൊരു ഭാവമാറ്റങ്ങളിലും ഡേവിഡ് പറയുന്നു, അപ്പോൾ എന്നിട്ട് മറ്റേ ഡിസൈൻസിൻ്റെ കാര്യമൊക്കെ പറയും, നമുക്ക് അങ്ങനെ 2 തവണ മോശം, ഇനിയെങ്കിലും മെച്ചപ്പെടുത്തണം,
എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ മാളവികയുടെ ശമ്പളം അടുത്ത മാസം തൊട്ട് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുന്നു. ഇപ്പോൾ മാളവിക പറയുന്നത് വേണ്ട, എനിക്ക് അർഹതപ്പെട്ട കൂടുതൽ സാലറി ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത് മാളവികയുടെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം മാളവിക പോകുന്നു. അപ്പോൾ ഈ ഒരു ഡിസൈൻ അപ്പോൾ തന്നെ ഡേവിഡ് നാഗേന്ദ്രനെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അവളിത് മറ്റാരും അയച്ചു കൊടുക്കുന്നതാണെന്ന് പറയുമ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നത് ഇത് അയച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം മറ്റാരുടെ ഹെൽപ്പ് ഇനി നയനെ ആയിക്കൂടാന്ന് എന്താ സംശയിച്ചുകൂടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നയന വരയ്ക്കുന്ന ഡിസൈൻസിന് മേലെ ഒരിക്കലും ഇത് പോവില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒന്നാമതെത്തുക? ഒരിക്കലും നമ്മൾ ഒന്നാമതെത്താൻ പോകുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയിപ്പോൾ അവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ രവി ചോദിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ അവളെ തീർക്കണം. അത് തന്നെ മറുപടി പറയുന്നത് നാഗേന്ദ്രൻ. അവളെ തീർത്ത് കളയുക, അത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ. അപ്പോൾ അത് ഒരിക്കലും അഭി അറിയരുത് എന്നുള്ള മട്ടിലാണ് സംസാരം. അപ്പോൾ മാളവിക ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇനി മാളവികയെ കൊല്ലാനായിട്ടുള്ള പരിപാടി ഒക്കെ പ്ലാൻ ചെയ്യുകയാണ് നാഗേന്ദ്രനും അതുപോലെ തന്നെ ഡേവിഡോട് ചേർന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണുന്നത്. ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.